നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലി രാമൻ കഥയാണ്. അത് ഇങ്ങനെയാണ്. കൊട്ടാരത്തിൽ ചക്രവർത്തി തെനാലി രാമനെ നോക്കി. രാമൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ചക്രവർത്തി രാമനോട് ചോദിച്ചു, രാമ, എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ രാമൻ പറയുകയാണ്, തിരുമേനി, എനിക്ക് വലിയ മനോവിഷമമുണ്ട്. എന്തു മനോവിഷമം? എൻ്റെ വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് ഒരു വിവരം അറിയിച്ചു. എനിക്ക് ഭയങ്കരമായ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണെന്ന് പോലും. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ മാർഗവുമില്ലത്രേ. എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെയും മകനെയും ആര് നോക്കും? അത് ആലോചിക്കുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, രാമ, നിങ്ങൾ വെറുതെ ആലോചിച്ച് ദുഃഖിക്കരുത്. വൈദ്യൻ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. അപ്പോൾ രാമൻ ചക്രവർത്തിയോടായിട്ട് പറഞ്ഞു, തിരുമേനി, ഈ വൈദ്യൻ ഇന്നോളം ഒരിക്കൽ പോലും തെറ്റിയിട്ടില്ല. അപ്പോൾ ചക്രവർത്തി പറയുകയാണ്, ഇനി നിങ്ങൾ മരിക്കുന്നു എന്ന് വെക്കൂ, നിങ്ങളുടെ കുടുംബം അനാഥമാവുകയൊന്നുമില്ല. അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാവും. ഏതാൾ, തിരുമേനി? രാമൻ ചക്രവർത്തിയോട് ചോദിച്ചു. ഞാൻ തന്നെ. ഒരു കാര്യം പറഞ്ഞാൽ പരിഭവിക്കരുത്, രാമൻ തിരുമേനിയോട് പറഞ്ഞു. ഞാൻ പരിഭവിക്കുകയില്ല രാമ, ചക്രവർത്തി പറഞ്ഞു. തിരുമേനി, അവിടുന്നും ആ ചൊല്ല് കേട്ടിരിക്കും, രാജാക്കന്മാരെ വിശ്വസിക്കരുത് എന്നുള്ള ചൊല്ല്. ചില രാജാക്കന്മാരെ സംബന്ധിച്ച് ആ ചൊല്ല് ശരിയായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് തെറ്റാണ്. ഞാൻ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും, ചക്രവർത്തി രാമനോട് പറഞ്ഞു. തെനാലി രാമൻ അത് വിശ്വസിച്ചതായി ഭാവിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വർത്തമാനം നാട്ടിലാകെ പ്രചരിച്ചു. തെനാലി രാമൻ മരിച്ചുപോയി. എല്ലാവരും അത് വിശ്വസിച്ചു. കഷ്ടമായിപ്പോയി. വാസ്തവത്തിൽ രാമൻ മരിച്ചിട്ടൊന്നുമില്ല. ഒരു കുസൃതി പ്രയോഗിച്ചിരിക്കുകയാണ് തെനാലി രാമൻ. താൻ മരിച്ചെന്ന് കള്ളവാർത്ത പരത്തിയതും തെനാലി രാമൻ തന്നെയാണ്. അയാൾ ഒരു വലിയ പെട്ടി ഒഴിച്ച് അതിൽ കയറി കിടപ്പായി. പണമിട്ട് പൂട്ടുന്ന പെട്ടിയാണത്. എന്നിട്ട് ഭാര്യയ്ക്ക് ഒരു നിർദ്ദേശം നൽകി. നോക്ക്, ചക്രവർത്തിയുടെ ആൾക്കാർ വരാനിടയുണ്ട്. ഈ പെട്ടി വേണമെന്ന് അവർ പറയും. ഇതങ്ങ് കൊടുത്തേക്കണം. പെട്ടിയുടെ താക്കോൽ കയ്യിലുണ്ടല്ലോ. നീ ആദ്യം ഞാൻ കിടക്കുന്ന പെട്ടി പൂട്ടണം. അവർ വന്നാൽ താക്കോൽ മുദ്ര വെച്ചിട്ട് അവർക്ക് കൊടുക്കണം. ചക്രവർത്തിയുടെ സേവകന്മാരിൽ ചിലർക്ക് സന്തോഷമായി.